കുറേ നാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നാണ് ആ ദിവസം വന്നിരിക്കുന്നത്. നമ്മളും വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് വിമർശനങ്ങളും നേരിട്ട ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത്. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. നമുക്കപ്പോൾ അവിടെ വരെ ഒന്ന് പോവാം. രീതിയിലാണ് പോണേ. നാവൊക്കെ പുറത്തേക്ക് ഇറണ്ട് കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. ഇത് തനി പോക്കിരിത്തരം തന്നെയാണ്. ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ സംഭവം നീക്കം ചെയ്യണം. പോലെ കാണാൻ പറ്റില്ല. 10 കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോ മുളങ്കാടും കശുമാവും മാത്രമേ. അതെ അതെ. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സുവോളജിക്കൽ പാർക്ക് പുത്തൂർ, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഏഷ്യയിലെ 2ാമത്തെ സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, വിവാദങ്ങളും വിപ്ലവങ്ങൾക്കും ഒടുവിൽ സാധ്യമായിരിക്കുന്നു. ഇന്നാണ് ഓപ്പണിംഗ്. ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മളവിടെ വരെ ഒന്ന് പോയിട്ട് അത് നോക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം സമയം 9 മണി ആവാൻ പോവാണ്. രാവിലെ 9 മണി ആവാൻ പോവാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ടിക്കറ്റ് നിർവഹണവും ടിക്കറ്റ് വിൽപ്പനയും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ നല്ലൊരു പാർക്കിംഗ് നമുക്ക് കാണാം. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അകത്ത് ചെന്നൊന്ന് കാണാം. ഈ വാഹനം, ഈ നമ്പറും നിങ്ങൾക്കറിയാം, ഒരുപാട് പരിചയമുള്ളൊരു നമ്പറാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കെ രാജൻ്റെ വാഹനമാണ്. നമുക്ക് അദ്ദേഹം അകത്തുണ്ടോ നോക്കാം. അങ്ങനെ അത് സുവോളജിക്കൽ പാർക്കിൽ കാലെടുത്ത് വെക്കുകയാണ്. ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയില്ല. വിവാദങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയോന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ അകത്തേക്ക് കിടക്കാൻ പോവാണ്. മേളിൽ കാണാൻ നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ബോർഡ്. അകത്തേക്ക് പോകാം, വാ. ആദ്യ ദിവസം തന്നെ നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒട്ടനവധി ആൾക്കാരാണ് ഉള്ളിൽ സൂ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം നമ്മളും ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് സെൽഫായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒപ്പം ഇവിടെ കൗണ്ടറുണ്ട്. കൗണ്ടറിൽ പോയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം അത് പ്രകാരം നമുക്ക് പോകാം. നമുക്ക് എന്തായാലും സെൽഫ് ആദ്യമായിട്ട് വന്നല്ലേ, സെൽഫായിട്ടൊന്ന് ട്രൈ ചെയ്യാം. ടിക്കറ്റ് റേറ്റുകളിവിടെ കാണിച്ചിട്ടുണ്ട്. എൻട്രി ടിക്കറ്റ് അഡൽറ്റിന് 100 റുപ്പീസാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ ചാർജായിട്ട് നമുക്ക് വിവിധ ഇനം ടിക്കറ്റ് റേറ്റുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഫസ്റ്റ് അഡൽറ്റ് ഉണ്ട്, എൻ്റെ മോള് കൂടെ വന്നിട്ടുണ്ട്. ഒപ്പം നമ്മൾ ബസ്സും കൂടെ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 റുപ്പീസ് 1 ടിക്കറ്റ് ഡൺ. നെക്സ്റ്റ് എൻട്രി ചിൽഡ്രൻസ് ഡൺ. അടുത്ത് നമ്മൾ ബസ്സാണ്, നോൺ AC ആണ് സെലക്ട് ചെയ്യണത്. ഇവിടെ അത്യാവശ്യം മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പുണ്ട്, അതുകൊണ്ട് AC വേണ്ട. അപ്പോൾ മോളുടെ പ്രായം അനുസരിച്ച് അങ്ങനെ ഒരു ടിക്കറ്റും കൂടെ ബസ്സിന് എക്സ്ട്രാ എടുത്തു. അങ്ങനെ ടോട്ടൽ ടിക്കറ്റ് ഫെയർ വന്നിട്ട് 205 ആണ് വരുന്നത്. പ്രൊസീഡ്. ഓക്കെ, നമ്മുടെ പേരും മൊബൈൽ നമ്പറും നമുക്കിവിടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഓക്കെ, ഡൺ. പേ. സ്കാനർ വന്നിട്ടുണ്ട്, സ്കാൻ ചെയ്തു. എമൗണ്ട് വന്നിട്ടുണ്ട്. കാശ് പോയിട്ടാ സാധ്യമായിരിക്കണു. ടിക്കറ്റ് കയ്യിൽ വന്നു. നമ്മളിൻ്റെ അകത്തോട്ട് പോവാണ്. ഫെബ്രുവരി 28-ാം തീയതി രാവിലെ 9 മണി മുതൽ നമുക്ക് പബ്ലിക്കിന് ഇവിടെ എൻട്രി സാധ്യമായിരിക്കുകയാണ്. അപ്പോൾ നമുക്കും അതിനുള്ള അവസരം ലഭിച്ചു. നമ്മളകത്തോട്ട് പോവാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ആമ്പൽക്കുളത്തോടു കൂടിയാണ് നമ്മുടെ ഈ സൂവിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഒരു ഡയറക്ഷൻ ബോർഡ് നമുക്കിവിടെ കാണാനില്ല. ജനങ്ങൾക്ക് ഏതിൽ കൂടെ പോകണം, എവിടെ ടിക്കറ്റ് സപ്ലൈ ചെയ്യണം, ആ വിവരങ്ങളൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു പോരായ്മ തന്നെയാണ്. വരും ദിവസങ്ങളിൽ മാറും എന്ന് വിചാരിക്കാം. നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്തത് കിച്ചണിലേക്കായിരുന്നു. അപ്പോൾ വേറൊരു ഡയറക്ഷനാണ്. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവിടെ പറഞ്ഞു വന്ന് വേറെ ഡയറക്ഷനിലാണ് ബസ് വരണമെന്ന്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ വലിയൊരു അപര്യാപ്തതയാണത്. അതായത് ഡയറക്ഷൻ ബോർഡുകളില്ല എന്നുള്ളത്. ഫസ്റ്റ് അതൊന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബസ് വരുന്ന ഭാഗത്തിലേക്ക് പോവാം. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തും ഭാവി രാഷ്ട്രീയ നേതാവിനെയും കാണാനിടയായി. TS മുരളി തണ്ടേക്കിൽ, നമ്മളെ കൊളാങ്കുണ്ടുകാരനാണ്, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ കടിച്ചു കണ്ടു. അപ്പോൾ അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകണേ. ഫസ്റ്റ് ഇവിടെ നമുക്ക് നടന്ന് കാണാൻ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ ബസ്സിലേക്ക് എൻട്രി ചെയ്യണത്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് വിസിറ്റിംഗ് എൻട്രിയിലേക്ക് കിടക്കാൻ പോവാണ്. എന്താണെന്ന് നോക്കാം. ഇത് മെയിൻ മുതല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യണത്. ഇത് നമുക്ക് മുതലയുടെ ടോപ്പ് പോർഷൻ നമുക്ക് കാണാം ചെറുതായിട്ട്. ഒന്ന് സൂം ചെയ്ത്. ഇതാണ് നമ്മുടെ മെയിൻ മുതല. അപ്പോൾ എന്താണ് ആ പേരിന് കാരണം എന്നറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ പേരിന് മാത്രം ഒരു മുതലേ മാത്രമേ കാണാവുള്ളൂ.
വെള്ളം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുതലകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതും പരിഹരിക്കപ്പെടും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷികളുടെ കൂടുകളുടെ ഉള്ളിൽ കൂടെയാണ്. അവിടേക്കുള്ള എൻട്രൻസ് വളരെ മനോഹരമായിട്ടുണ്ട്. രണ്ട് സൈഡിലും മുളകൾ നട്ടുപിടിപ്പിച്ച് വളരെ മനോഹരമായൊരു പാത്ത് വേ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ട് ആസ്വദിച്ച് വളരെ അധികം സമയം ചിലവഴിച്ച് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നടത്താവുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ സെറ്റിങ്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കധികം വെയിൽ ഫീൽ ചെയ്യുന്നില്ല, മഴക്കാറുണ്ട്, അതിൻ്റെയാണെന്ന് തോന്നുന്നു. നമുക്ക് വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ വന്നപ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇതിൽ കൂടെ നടക്കാൻ കഴിഞ്ഞു. ഇനി ഉച്ച നേരത്തൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയില്ല. ഇവിടെ മനോഹരമായൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു കനാൽ ടൈപ്പൊക്കെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇതിൽ വെള്ളം വരുന്നില്ല. ഒരുപാട് ഇപ്പം തന്നെ സൈഡിലെല്ലാം കാട് പിടിച്ച് ആകെ വൃത്തികേടായൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിത് ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു പക്ഷിയെ കാണാം. ഇതിൻ്റെ ആധികാരികമായ പേരൊന്നും നമുക്കറിയില്ല. ഇവിടെ ഒരു 2 ടൈപ്പ് പക്ഷികളെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. കാണാൻ വളരെ ഭംഗിയുള്ള തരം പക്ഷികളാണ്. അവിടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കാണാം മറ്റൊരു തരം പക്ഷി. നമുക്ക് ആധികാരികമായിട്ട് ഇതിൻ്റെ പേരുകളൊന്നും നമുക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചില ഭാഗങ്ങളിൽ ചില അപാകതകൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ വളരെ മനോഹരമായി തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ വിമർശനങ്ങൾക്ക് മാത്രമല്ല വഴിവെക്കേണ്ടത്, നല്ലത് ചെയ്താൽ അതും നമ്മൾ തുറന്ന് കാണിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ പാത്ത് വേ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ ലേക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ ഒന്ന് മൈൻഡ് ഫ്രീ ആവാനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കഴിയുന്നൊരു പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ ജനങ്ങളധികം വന്നു തുടങ്ങാത്തതുകൊണ്ട് അധികം ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് ഇത് കാണാം. വേഗമാ നമ്മൾ എത്തിയപ്പോൾ നമ്മളെ കാണാണ്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന വഴിക്ക് ആൾ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാം. നമുക്ക് ക്യാമറയ്ക്ക് നല്ല രീതിയിൽ പോസ് ചെയ്യുന്നുണ്ട്. ഹായ്, കൊത്താൻ വരുമോ? ഹലോ ഹായ്. അതെ, അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ട ആളെ അതിൻ്റെ കൊക്ക് കാണുമ്പോൾ പേടിയാവുക. ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഗ്രില്ലിമയൊക്കെ തുറന്നത് ഡേഞ്ചറാണ്. നമ്മുടെ സേഫ്റ്റിക്ക് ഇവരെ ദൂരെ നിന്ന് കണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നതേ തുടക്കത്തിൽ ഒരു സ്ഥലത്ത് സ്റ്റക്കായി. ഇവിടുന്ന് ഡയറക്ഷൻ കാണിക്കുന്നത് നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ അതിൽ കൂടെ പോവാൻ തയ്യാറെടുക്കുകയാണ്. അതിന് മുന്നേ മറ്റൊരു വീഴ്ച കൂടെ കാണിക്കാം. ഇവിടെ ഒരു പൈപ്പ് പൊട്ടി വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫീസേഴ്സ്, നിങ്ങളിത് തീർത്തും ജനങ്ങൾക്ക് വേണ്ടി പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 2 സൈഡിലും മരങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു ഹാൻഡ് റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. കൂടുതൽ സിമൻറ്റ് കൊണ്ടുള്ള നിർമ്മിതികളൊക്കെ വളരെ കുറവാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. എന്താ കാരണം വെച്ചാൽ നമുക്ക് ഒരു പ്രകൃതിയോട് ചേർന്നുകൊണ്ട് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി കൂടെ. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ഇവിടെ വന്നപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. വാൾഡിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഡയറക്ഷൻ തരാനായിട്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നടന്നിട്ട് ഇവിടെ നിന്നാണ് ഈ ഒരു ചടങ്ങ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പോണത് ഇപ്പം മാനുകളുടെ വിസിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിയിട്ട് നമ്മളിപ്പോൾ കാണാൻ പോണത് മാനുകളുടെ വിസിറ്റിങ്ങിലേക്കാണ്. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ പച്ചപ്പും കാര്യങ്ങളെല്ലാം നിറച്ചുകൊണ്ട് മുളകൾ നട്ട് നല്ല രീതിയിലൊരു പാത്ത് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ വേറൊന്നും പറയാനില്ല. ചെറിയ ചെറിയ അപാകതകളുണ്ട്. അത് ഇത്രയും വലിയൊരു സംഭവം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാവും. നമ്മളതിനെ കണ്ടില്ല എന്ന് വയ്ക്കാം. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ നല്ല വശം
അതിഗംഭീരമാണ്. മാനുകൾക്ക് തണുപ്പിന് വേണ്ടിയിട്ടാണോ പുല്ല് നനയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ഇവിടെ സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ തന്നെ ഉണ്ട്, പുള്ളിമാനുകളാണ്. ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് ആള്. അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രിങ്ക്ലർ നനയ്ക്കാൻ ഓപ്പൺ ചെയ്ത് വിട്ടുകൊണ്ട് തന്നെ മാനുകൾക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രീതിയിലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാനുകളെ കണ്ടു. ഇനി അടുത്തത് ഇവിടുന്ന് പുറത്തേക്കുള്ള എൻട്രിയാണ്. അടുത്ത സ്പോട്ടിൽ എന്താണ് നമ്മളെ കാത്തിരിക്കണത് നമുക്കറിയില്ല. ഇനി ഇത് ഈ ഒരു വേ എന്ന് പറയുന്നത് മാനുകളുടെ ആവാസ വ്യവസ്ഥ നമുക്ക് നടന്ന് ആസ്വദിക്കാം. നേരത്തെ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു ഗേജിലേക്കാണ് നമ്മൾ കയറി ചെന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിന് ചുറ്റും നടന്നുകൊണ്ട് നമുക്ക് മാനുകളെ കാണാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതാണ് ഈ ഒരു വേ വന്നിട്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാറ പോലെ നമുക്ക് കാണാം. ഇത് ആർട്ടിഫിഷ്യലാണ്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് നാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ അടുത്ത സ്പോട്ട് പോണത് നമ്മൾ കൃഷ്ണമാനെ കാണാനാണ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങി മാവുകളെ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് കടുവയുടെ കൂട്ടിലേക്ക് കിടക്കാം. അപ്പോൾ കൃഷ്ണമാൻ്റെ കൂട്ടിലേക്ക് പോണ ഒരു വഴിയാണിത്. നല്ല മരങ്ങളൊക്കെ നല്ലപോലെ ഒരു കനോപ്പി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. വർഷങ്ങളായിട്ട് ഉള്ള പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളർന്ന് നല്ല രീതിയിലൊരു കനോപ്പി സെറ്റപ്പ് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് വെയിലുണ്ടെങ്കിലും കൂടെ നമുക്ക് നല്ല രീതിയിൽ നടന്ന് കാണാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു നിർമ്മാണ പ്രവർത്തികൾ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃഷ്ണമാൻ്റെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കാട്ടിൽ വ്യവഹരിക്കാൻ വിട്ടിട്ടുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ആവാസ വ്യവസ്ഥ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മ്ലാവുകളെ ഒന്ന് വിസിറ്റ് ചെയ്യാം. മ്ലാവുകളെ കണ്ടതിൽ സന്തോഷം. പക്ഷേ ഇവരുടെ ദേഹത്തൊക്കെ എന്തൊക്കെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളതാണോ അതോ മറ്റേതെങ്കിലും രീതിയിൽ അപകടം പറ്റിയിട്ടുള്ളതാണോ എന്നറിയില്ല. ഇവരും ഇവിടെ വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇവരുടെ കൂടുകളിൽ എന്തോ തണൽ വളരെ കുറവുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കടുവകളുടെ ആവാസ വ്യവസ്ഥയുടെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിന് ശേഷം ഇവിടെ സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആവാസ വ്യവസ്ഥയും കൂടി ഉണ്ട്. അത് കുരങ്ങുകളുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ രണ്ടും കണ്ടതിന് ശേഷം നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കടുവയുടെ സ്ഥലത്തേക്ക് കിടക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഇത്രയും അധികം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ ഇവിടെ ചെറിയൊരു ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കിവിടെ. അപ്പോൾ അതിന് ശേഷം 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്തൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കിടക്കാം. നല്ല മനോഹരമായൊരു ഇരുമ്പ് പാലത്തിന്മേൽ കൂടെയാണ് നമ്മൾ കടുവകളുടെ ഗേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ ഒരു ഡിസൈനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശാലമായ സ്പേസിൽ ഫ്രീ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു തന്ത്രപ്പാടിലാണെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിന് നമുക്ക് കാണാനുള്ളൂ ഇവിടെ. അല്പം കൂടെ അടുത്ത്, അതായത് കൂട്ടിൽ നിന്നുകൊണ്ടല്ലാതെ നഗ്നനേത്രം കൊണ്ട് സന്ദർശിക്കാനുള്ള ഒരു അവസരം നമുക്കിവിടെ കാണാം. വളരെ അടുത്താണ് കടുവ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പുള്ളിപ്പുലിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത് കടുവയുടെ കൂട്ടിലേക്കാണ് പോകണം കേട്ടോ. വളരെ മനോഹരമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെടികളെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് മെല്ലെ നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് കടുവനെ കാണാൻ വേണ്ടി നമുക്ക് പോവാം. യെസ്, കടുവ നമ്മുടെ അടുത്തേക്ക് പോസ് ചെയ്തുകൊണ്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. കണ്ട, നല്ല രസമായിട്ട് കാണാം നമുക്ക്. ഇത്രയും വളരെ അടുത്ത് നമുക്ക് കിട്ടുന്നത് പ്രതീക്ഷിച്ചില്ല. എന്തായാലും അത് മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പുറത്തേക്ക് പോവാം. അതെ, വളരെ അടുത്തുണ്ട്. പാവം വയസ്സായതാണോ വയ്യാണ്ടാണോ എന്നറിയില്ല. വളരെ ക്ഷീണിതനാണ്, നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ആൾക്ക്.
കടുവേനെ വെട്ടിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, സാധിച്ചു. കടുവേനെ വളരെ അടുത്ത് കാണാൻ കഴിഞ്ഞു കേട്ടോ. അതെ, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് പോരായ്മകൾ ഇവിടെ വരുന്നുണ്ട്. കടുവ അതേ നമ്മുടെ കൂടിൻ്റെ മുന്നിലേക്ക് വെള്ളം കുടിക്കാൻ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേ കടുവ അതേ വന്നു. ഇതേ കടുവ അതേ നമ്മൾ വെള്ളത്തിൽ കൂടെ നമ്മൾ ഒപ്പം ഓടി വന്ന കടുവ തന്നെയാണിത്. വെള്ളത്തിൽ ആശാൻ ചൂട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതോ എന്തോ തീറ്റ കണ്ടൊരു രീതിയിലാണ് പോണത്. നാവൊക്കെ പുറത്തേക്ക് ഇറണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാട്ടുപോത്തിനെ കാണാനാണ്. കാലിൽ സോക്സൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ, നല്ല വലിയ പോത്ത്. നമുക്ക് അതിനെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അല്പം വിശ്രമിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാനും വർത്താനം പറഞ്ഞ് കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ നമുക്കിവിടെ അവസരമുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ നിന്ന് കാട്ടുപോത്തിനെ കാണാനില്ല. നമ്മൾ അപ്പോൾ ഇതിന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാട്ടുപോത്തിൻ്റെ വ്യൂയിങ് പോയിൻറ്റിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ കാണാം. കണ്ട ദൂരെ നിൽക്കണുണ്ടോ? കാട്ടുപോത്തിന് വലിപ്പം കുറവാ, പ്രായം കുറഞ്ഞാന്നുകൊണ്ട്. രണ്ട് കാട്ടുപോത്തുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. നമ്മളങ്ങനെ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒട്ടകപക്ഷികളെ, എമ്മു അങ്ങനെയുള്ള കുറച്ച് ബേഡ്സിനെ കാണാനാണ്. നമ്മളിപ്പോൾ ആ റൂട്ടിലൂടെയാണ് പോണത്. നമുക്ക് മറ്റൊരു പ്രത്യേകത ഈ സൂവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഇത് ഒരു ചെറിയൊരു കുന്നും ചെരുവിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വളവും തിരുവളവും കൂടിയുള്ള വഴികളൂടെ നമുക്ക് സന്ദർശിച്ചുകൊണ്ട് നമുക്ക് ഓരോ വിസിറ്റിംഗ് നടത്താമെന്നുള്ളൊരു മനോഹരമായൊരു കാഴ്ച കൂടെ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു വ്യത്യസ്തമായൊരു അനുഭൂതി തന്നെയാണ്. കാരണം നമ്മൾ ഇതുപോലെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നു പോകാനുള്ള അവസരം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ആ ഒരു അവസരം കൂടിയാണ് നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പണ്ട് കൊയ്ത്ത് കഴിഞ്ഞ വൈക്കോലൊക്കെ കെട്ടി വയ്ക്കില്ലേ, അപ്പോൾ അതിൻ്റെ രീതിയിലുള്ളൊരു നമുക്ക് രീതിയിൽ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് അങ്ങോട്ട് മെല്ലെ നടന്നു പോവാം. കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് ഇവിടെ. അതുകൊണ്ട് തിക്കും തിരക്കും പിടിച്ച് ആരും കാണാൻ വരണ്ട. അത്യാവശ്യം നല്ല സമയമെടുത്ത് ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. അത്രയും ദൂരം നമുക്ക് നടന്ന് കാണാൻ തന്നെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിനി മെല്ലെ ഒട്ടകപക്ഷികളൊക്കെ ഒന്ന് കാണാൻ പോവാം. എമ്മു, യെസ്, എമ്മുവിൻ്റെ വിസിറ്റിംഗ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വളരെ അടുത്തുനിന്ന് തന്നെ എമ്മുവിനെ കാണാം. നമുക്ക് അപ്പുറത്ത് പോയി നിന്ന് നോക്കാം. എമ്മുവിനെ നമുക്കിവിടെ വളരെ അടുത്തുനിന്ന് തന്നെ കാണാൻ കഴിഞ്ഞു. ഇവർ അത്ര മാത്രം ഡേഞ്ചർ അല്ലാത്തതുകൊണ്ട് വളരെ ഓപ്പൺ പ്ലേസാണ്. രണ്ട് തരത്തിൽ രണ്ട് കളറ് എമ്മുകളെ കാണാം കേട്ടോ നമുക്ക്, വൈറ്റും ഗ്രേയും കളറ്. എന്തായാലും ഇവരുടെ ഒരു അവസ്ഥവ്യവസ്ഥയും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ കിടങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവറ്റങ്ങൾ പുറത്തേക്ക് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അടുത്തൊരു നൈസ് പണി കിട്ടിയിട്ടാ, പറയാതിരിക്കാൻ വയ്യ. ഇത് തനി പോക്കിരി തരം തന്നെയാണ്. ഇന്ന് ഇവിടെ ആൾക്കാർ വരും എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ ഇതിൽ പെയിൻ്റ് അടിച്ച് വെച്ചൊക്കെയാണ്. ഇത് ഉണങ്ങിയിട്ടും കൂടിയില്ല. നമ്മൾ പോയിട്ട് അതിൽ കൈ തൊട്ടിട്ട് ഇതേ കയ്യിൽ മുഴുവൻ പെയിൻ്റായി. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ പെയിൻറ്റ് ഞാൻ കളയണം എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വരെ പോകണം? ഞാൻ ഈ സൂവിൽ വിസിറ്റിംഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ബസ്സിലേക്ക് കയറിയിട്ടില്ല. ഞാൻ ഈ കയ്യും വെച്ച് ഞാൻ എങ്ങനെ ബസ്സിൽ കയറും? അതുമാത്രമല്ല, ഇനി ഞാൻ ഇവിടെ ഇത് വാഷ് ചെയ്ത് കളയണതിന് വെള്ളത്തിൽ പറ്റില്ല. ഇത് പെയിൻ്റാണ്, നല്ല ഇനാമൽ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ വെള്ളം കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിന് ഇനി ടിന്നർ മേടിക്കാൻ പോകേണ്ടി വരും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരല്ല ഇവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ. അതൊന്നും ശ്രദ്ധിക്കാതെ വരുന്ന ജനങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാമെന്ന് മാത്രമാണോ? നമ്മളോട് ചില ഇവിടുത്തെ സെക്യൂരിറ്റി ഏമ്മമാർ, അതായത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് കോപമാണ് വരുന്നത്, നമ്മളോട് ദേഷ്യമാണ് തോന്നണത്. അതെന്തിനാണ് നമ്മളോട് ദേഷ്യം തോന്നണമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നല്ല ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോഴും അവിടെ വിമർശനങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും ഒരു യഥാർത്ഥ വീഡിയോ. അപ്പോൾ അത് മറക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നത്.
ഇതിനിപ്പോൾ കളയാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അത് വെച്ച് നമുക്ക് എവിടെയൊക്കെ കയറാം, എവിടെയൊക്കെ തുടയ്ക്കാൻ പറ്റാച്ചാൽ അവിടെയൊക്കെ തുടച്ച് വയ്ക്കാം. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും ഈ റോക്കിലൊരു ബ്രൗൺ കളറിൻ്റെ കുറവുണ്ട്. അത് നമ്മൾ ഇവിടെ തുടച്ച് ക്ലീൻ ചെയ്യാണ്. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇതുപോലെയുള്ള പഞ്ഞ പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങളോട് വെറുപ്പ് തോന്നും, ഭരണഘടനേനെ കുറ്റം പറയും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാണ്ടിരിക്കാൻ ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ടതാണ്. മിസ്റ്റർ ഹിപ്പോപ്പൊട്ടാംസ് കാണാനില്ലല്ലോ, വെള്ളം മാത്രമേ ഉള്ളൂ, ഹിപ്പോപ്പൊട്ടാംസിനെ കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ട, ഒരു രക്ഷയില്ല. കണ്ടായിരുന്ന ഹിപ്പോപ്പൊട്ടാംസിനെ? വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഹിപ്പോപ്പൊട്ടാംസ് എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മളടുത്ത് ബസ്സിലേക്കാണ് എൻട്രി ആവാൻ പോണത്. അപ്പോൾ നമുക്കുള്ള ബസ് വന്നിട്ടുണ്ട്. സീറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇനിയുള്ള നമ്മുടെ കാഴ്ചകൾ കംപ്ലീറ്റ് ബസ്സിൽ നിന്നായിരിക്കും. ഇതൊരു വലിയൊരു അപകടമാണ് കേട്ടോ. എന്താ കാരണം വെച്ചാൽ സർക്കാർ ബസ്സാണ്, പരസ്യമാണ്. അതൊക്കെ കുറച്ച് ഹൈറ്റുള്ള ഒരാൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ സംഭവം നീക്കം ചെയ്യണം. എന്നുവെച്ചാൽ കാഴ്ചക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിലേക്കാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ബസ് യാത്ര കഴിഞ്ഞു. ബസ് യാത്ര വമ്പൻ ഫ്ലോപ്പാണ്. ഭയങ്കര നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ബസ് യാത്ര ഇവിടെ നടത്തിയത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വരണ വഴിയിൽ പകുതി ഗേജുകളും കാലിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ബസ് ഇപ്പോൾ വന്നിട്ട് ഒരു സൈഡ് വിസിറ്റിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയറിലല്ല നമ്മുടെ ഇവിടുത്തെ ബസ്സുകളൊന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് വൈസ് നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബസ്സിൽ സൈഡിൽ പരസ്യങ്ങൾ പതിച്ചുകൊണ്ട് ഗ്ലാസ്സുകളൊക്കെ ക്ലോസാണ്. അതൊക്കെ വലിയൊരു ന്യൂനത തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പോവാം. അടുത്തത് നമ്മുടെ സൈലൻറ്റ് വാലി നമ്മൾ ഫസ്റ്റ് മിസ് ചെയ്തു. അതിലേക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സൈലൻറ്റ് വാലി കാണാൻ പോവാം. സൈലൻറ്റ് വാലിക്ക് നല്ലൊരു എൻട്രൻസ് ആണ്. ആർട്ടിഫിഷ്യലാണ്, എന്നാലും കാണാൻ നമുക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. എന്തായാലും സൈലൻറ്റ് വാലിയുടെ ഉള്ളിൽ ഫസ്റ്റ് എൻട്രി നിരുത്സാഹപ്പെടുത്താൻ തന്നെയായിരുന്നു. ഇവിടെ കുരങ്ങൾക്ക് ആടാനും ചാടാനൊക്കെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുരങ്ങുകളെ ഒന്നും കാണാനില്ല. ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കട്ടെ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. വലിയ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും കാണാനില്ല. അവിടെയും കുമ്പിടി ഇവിടെയും കുമ്പിടി. നോക്കി നോക്കാം. എന്തുവാ ഇത് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നും കാണാനില്ല. ഇനി അടുത്ത സ്ഥലം റോഡെത്തി നമ്മൾ. അപ്പോൾ സൈലൻറ്റ് വാലിയുടെ ഉള്ളിൽ കയറി. ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ട് സൈലൻറ്റ് വാലിയുടെ ഉള്ളിൽ കയറിയത്. ഒരു മൃഗത്തെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു ന്യൂനത തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ആരും കളിയാക്കാനോ പരിഹസിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയണത്. ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ അത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ ഇവിടുത്തെ കാഴ്ചകൾ പോണത്. പക്ഷേ ചെയ്തിരിക്കുന്ന സെറ്റപ്പ് വളരെ മനോഹരമായിട്ടുണ്ട്. മൃഗങ്ങൾ കുറവാണെന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അത് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നും കണ്ടില്ല അല്ലേ? എന്തെങ്കിലും കണ്ട ഇതിൻ്റെ ഉള്ളിൽ? ഒന്നും കണ്ടില്ല. സിംഹവാലൻ കുരങ്ങുണ്ടെന്നാ കേട്ടത്. ഓന്ത് പോലും കണ്ടില്ല. പോലും കാണാൻ പറ്റില്ല. ഒളിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, എനിവേ കാണികളുടെ ഒരു റെസ്പോൺസാണിത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർക്കുള്ള ഒരു വാണിംഗ് കൂടിയാണിത്. നിങ്ങൾ ഇതുപോലെ ഞങ്ങളെ പറ്റിക്കരുത് അല്ലേ? ബാ. അപ്പോൾ എന്തായാലും നമ്മൾ സൈലൻറ്റ് വാലിയുടെ ഉള്ളിൽ വന്നത് വലിയൊരു നിരാശയായി. പിന്നെയും പറയാണ്. എന്താ കാരണം വെച്ചാൽ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വരുന്നത്. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, അവഹേളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മൃഗങ്ങളൊക്കെ വളരെ കുറവാണ്. ഇത്രയും വലിയൊരു സെറ്റപ്പ്, ഇത്രയും ഭംഗിയായിട്ട് ഒരു നാച്ചുറൽ സൂ ഇവിടെ സെറ്റ് ചെയ്തിട്ട് വളരെ നന്നായിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ, ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ ഒരു സെറ്റപ്പിലേക്കുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാനില്ല. നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരോടൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട്?
സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. കണ്ടായിരുന്നു? അടിപൊളിയുണ്ട്. മൃഗങ്ങളൊക്കെ കണ്ടല്ലോ? മൃഗങ്ങൾ ഓൺലൈൻ കണ്ടു, ആയി കൊണ്ട് ഇരിക്കണുള്ളൂ. ഓക്കെ, സഫാരി എങ്ങനെയുണ്ടായിരുന്നു? ബസ് സഫാരി ഓക്കെ. അപ്പോൾ നല്ല അഭിപ്രായങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്, രണ്ടഭിപ്രായക്കാരും ഉണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് പേരോട് കൂടെ ചോദിക്കാം എന്താണ് അവസ്ഥ എന്ന്. എന്തായാലും പറയാതെ വയ്യ, നമ്മൾ ഇത്രയും കേട്ടതും ആ കേൾവികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതുമായ ഒരു കാഴ്ച നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു ന്യൂനത തന്നെയാണ്. ഇനിയും ഒരുപാട് കേജുകൾ തുറക്കാനും അതുപോലെ ഒരുപാട് മൃഗങ്ങളെ കൊണ്ടുവരാനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായെങ്കിൽ മാത്രമേ ഇത് കാണാൻ രസമാവുള്ളൂ. പലർക്കും പല അഭിപ്രായമാണ്. എന്താ കാരണം വെച്ചാൽ ഇത് പ്രതീക്ഷയിലും കൂടുതൽ അനുഭവിക്കുന്നവരുണ്ട്, പ്രതീക്ഷ അത്ര ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പേരുടെയും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു കാര്യമില്ല. അതെ, മൃഗങ്ങളെ കണ്ടില്ല എന്നാണോ? മൃഗങ്ങളില്ല, എഴുതി വെച്ചുള്ള സൈൻ ബോർഡ് ഒന്നുമില്ല. സൈൻ ബോർഡിന്റെ ഒരു പര്യാപ്തത ഉണ്ട്. മൃഗങ്ങൾ ഇനി വരാണ്ട്, ഇനിയും കുറെ മൃഗങ്ങൾ വരാണ്ട്. പഠിക്കാൻ മാത്രമല്ല. ഓക്കെ, ആണോ? എന്താണ് ഒരു അഭിപ്രായം? കുറവാണ്. മൃഗങ്ങളെ ഒരു ബിൽഡപ്പിന്റെ അത്ര ആയിട്ടില്ല, പറഞ്ഞ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. ഉള്ള മൃഗങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഉള്ള സെറ്റപ്പ് എങ്ങനെയുണ്ട് കാണാൻ? കുഴപ്പമില്ല. ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ? അതെ. ശരി, കണ്ടിട്ട് ഇറങ്ങുന്ന ആളാണോ? എങ്ങനെയുണ്ട് കാഴ്ചകൾ? ശരിക്കുള്ള ഫീഡ്ബാക്ക് ആണോ വേണ്ടത്? ഒറിജിനൽ പറഞ്ഞോളൂ. അതിനെന്താ, നമ്മൾ ജനങ്ങളുടെ അഭിപ്രായമാണ് മറ്റുള്ളവർ അറിയേണ്ടത്. ഇപ്പൊ തുറക്കേണ്ടിരുന്നില്ല, കാരണം റെഡി ആയി വരുന്നത്. എല്ലാം ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം തുറന്നാൽ മതിയായിരുന്നു. ആ ഒരു അഭിപ്രായക്കാരൻ തന്നെ ഞാനും. സൈൻ ബോർഡ് ഒന്നും അതെ, സൈൻ ബോർഡ് ആയിട്ടില്ല, ഡയറക്ഷൻസ് ഒന്നും കറക്റ്റ് ഇല്ല. നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഉള്ളിലേക്ക് കയറും പോലെ. എല്ലാവരും വഴി തെറ്റി പോകുന്നൊരു. ഞാൻ അത് ഇവിടെ ഓഫീസേഴ്സിന്റെ അടുത്ത് ഇൻഫോം ചെയ്തു, അവർ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. എന്നാലും വരും കാലങ്ങളിൽ നമുക്ക് നല്ല പ്രതീക്ഷിക്കാം. ഓക്കെ. നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ മന്ത്രി കെ രാജൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആളോടൊന്ന് സംസാരിക്കാം. രാജേട്ടാ, എന്താണ് അഭിപ്രായങ്ങൾ? അടിപൊളി. നമ്മളല്ലേ ഇത് തുടങ്ങിച്ചവര് നമ്മളല്ലേ. അതെ. ഞാനിപ്പോ പറയായിരുന്നു ഇവരോടൊക്കെ, ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോ മുളങ്കാടും കശുമാവും മാത്രമേ ഉള്ളൂ. ഒരു രൂപയും കയ്യിലില്ല. അനാഥമായിട്ട് നിൽക്കായിരുന്നു. ഇവിടെ വന്നു ഞാൻ കരഞ്ഞിട്ടുണ്ട്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 2016 വന്നിട്ട് 18 തറക്കല്ലിട്ടിട്ട് 19 തുടങ്ങും. പിന്നെ 2 പ്രളയം, ഒരു കോവിഡ്. ഇപ്പോ ഭയങ്കര ആനന്ദമാണ്. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങളൊക്കെ വന്നു, തീർന്നില്ല. തമിഴ്നാട് കർണാടകയുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞു, വനം വകുപ്പുകൾ തമ്മിൽ. കേന്ദ്ര ഗവൺമെന്റ് അല്ല, പിന്നെ വിദേശ രാജ്യങ്ങളിലെ മൃഗങ്ങളെ കൊണ്ടുവരാൻ അഡ്വാൻസ് ആയിട്ട് 4 കോടി അടച്ചു. 12 കോടിയാണ് മൊത്തം ചെലവ് വരിക, 4 കോടി അടച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിദേശത്തു നിന്നുള്ള മൃഗങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അവര് സെറ്റ് ആവുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ജിറാഫ്, സീബ്ര, ആഫ്രിക്കൻ പ്ലാന്റ്സ്, പിന്നെ അനാക്കോണ്ട, ഈ 4 കൊണ്ടുവരുന്നത്. അപ്പൊ അവര് പറഞ്ഞത് അതിന്റെ ഒരു കാലാവസ്ഥ അവിടെ ഇവിടെ ഒരുപോലെയുള്ള സമയം നോക്കിയിട്ട് വേണം. ഒരു മൃഗശാലയിൽ കൂട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരില്ല. വന്ന് നിൽക്കുന്ന വഴിക്ക് മൃഗം മുമ്പിൽ വരും എന്നും പ്രതീക്ഷിക്കരുത്. കാടിനുള്ളിൽ നമ്മൾ നടന്ന് നമ്മുടെ ഇഷ്ടത്തിന് അവരെ പോയി കാണേണ്ട ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ്. കടുവയും പുലിയും സിംഹമൊക്കെ ഇന്ന് ഞങ്ങളുടെ ഭാഗ്യത്തിന് കണ്ടു. അത് അവരിറങ്ങി വരുന്ന കറക്റ്റ് ടൈം, അവർ കുളിക്കുന്ന അവരുടെ സ്വിമ്മിംഗ് പൂളിൽ ചേർന്ന് നമുക്ക് നിൽക്കാം. കുളിക്കണ നേരാണെങ്കിൽ ആ ഒരു ഷോട്ട് നല്ല കൃത്യമായിട്ട് അതെ. 1-2 സജഷൻസ് പറഞ്ഞോട്ടെ. ഒന്ന്, ഡയറക്ഷൻ ബോർഡ് ഒരു വലിയൊരു അപാകതയാണ്. അത് ഒരുപാട് ജനങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റം, ജനങ്ങളോടുള്ള പെരുമാറ്റം കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആവാം. ജനങ്ങൾ സംശയം കൊണ്ടാണ് ചോദിക്കുന്നത്. അതിനെ തിരിച്ചൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. 1-2 പേര് സംസാരിച്ചു. മാത്രമല്ല, കുറച്ചുകൂടെ കേജുകൾ ഇവിടെ നിറയാണ്ട് അത് പ്രതീക്ഷിക്കുകയാണ്. കാരണം എല്ലാ മൃഗശാലകളും നവീകരിക്കപ്പെടാവുന്ന ഓരോ ഘട്ടങ്ങളുണ്ടാവും. ഇന്ന് തുറന്നല്ലേ ഉള്ളൂ. അതൊരു റണ്ണിങ് ആയി കൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് അതേ അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ബസ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് അതിൽ കയറാം, നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം. അതിലൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ ബസിന്റെ സൈഡിലെ പരസ്യ ബോർഡുകൾ, സ്റ്റിക്കറുകൾ എടുത്ത് മാറ്റണം. എന്താ വെച്ചാൽ നമുക്കത് വിഷൻ കട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ജനങ്ങൾക്ക് അത് ഗ്ലാസിൽ കൂടെ നോക്കുമ്പോൾ ഈ ഒരു 3 കാര്യം നമ്മുടെ സജഷനാണ്, വേറൊന്നും തോന്നണ്ട. നിങ്ങൾ എപ്പോഴും പറയണം, ഇത്തരം നിർദ്ദേശങ്ങൾ പറയണം. വേറെ ഞങ്ങൾക്കൊന്നും തോന്നില്ല. കാരണം വേറെ അതൊക്കെ അത് വളരുന്ന ഓരോ നമ്മുടെ ഈ തൃശ്ശൂർ ഇതൊരു മഹാസംഭവം തന്നെയാണ്. തൃശ്ശൂരല്ല, കേരളത്തിൽ മഹാസംഭവം തന്നെയാണ്. അപ്പൊ ഇത് ഇനിയും നല്ല പോലെ മുന്നോട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ ആളുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇന്ന് വന്ന് കണ്ട് നിരാശപ്പെട്ട് പോകേണ്ടതില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ 1-2 സജഷൻസ് ഞാനും പറയുകയുണ്ടായി. അദ്ദേഹം അത് ചെവി കൊണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഈ സുവോളജിക്കൽ പാർക്ക് നല്ലൊരു ഉയരങ്ങളിൽ എത്തിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്ത് നമ്മുടെ ഈ പ്രദേശങ്ങൾക്കൊക്കെ നല്ലൊരു വികസനത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ താങ്ക് യു.
നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.